KSRTCയുടെ ബോർഡും വെച്ച് ഓടുന്ന ഒരു സ്വകാര്യ ബസ്. ആദ്യം കണ്ട യാത്രക്കാർ ഒന്നടങ്കം ചോദിച്ചു, ഇത് എന്ത് പുകിൽ? ബസ് ചീറിപ്പായുന്നത് കണ്ട ട്രാഫിക് പോലീസ് ബസ് തടഞ്ഞ് പരിശോധിക്കുന്നു. ഡിപ്പോയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ ബസ് തടയുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തേക്ക് ഒരു ബസ് ഓടിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണിത്. പോലീസുകാരോടും യാത്രക്കാരോടും ബസ്സിലെ ജീവനക്കാർ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ച് ഒരു വഴിക്കായി. വാഹന നിർമ്മാതാക്കളായ ഐഷർ തങ്ങളുടെ വാഹനം KSRTCക്ക് ടെസ്റ്റ് ഡ്രൈവിംഗിന് നൽകിയിരുന്നു. ഈ ബസ്സാണ് എല്ലാവരെയും കുഴക്കിയത്. നേരത്തെ കോഴിക്കോട് സർവീസ് നടത്തിയിരുന്ന ഈ ബസ് കമ്പനി തന്നെ ഏറ്റെടുത്ത് KSRTCക്ക് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ടെസ്റ്റ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. മലയോര പാതകളിൽ അടക്കം സർവീസ് നടത്തുന്ന ഈ ബസ്സിന്റെ ടെസ്റ്റിംഗ് വിജയം കണ്ടാൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാൻ കരാറിൽ ഏർപ്പെടും. നിലവിൽ 3 കമ്പനികളുടെ ബസ്സാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. നേരത്തെ മറ്റൊരു ബസ്സും പരീക്ഷണ ഓട്ടം നടത്താൻ പത്തനാപുരം ഡിപ്പോയിൽ എത്തിച്ചിരുന്നു. വാഹനത്തിന്റെ മൈലേജ്, യാത്രക്കാരുടെ പ്രതികരണം തുടങ്ങിയവയാണ് പരീക്ഷണ ഓട്ടത്തിൽ പരിശോധിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. ബസ് കണ്ട യാത്രക്കാർ ആദ്യം ചോദിച്ചത് പ്രൈവറ്റ് ബസ് KSRTC ഏറ്റെടുത്തോ എന്നായിരുന്നു. പാപ്പനംകോട് നിന്നും വാഹനം പത്തനാപുരത്തേക്ക് എത്തിച്ച ഡ്രൈവറുടെ വാക്കുകൾ ഇങ്ങനെ: പാപ്പനംകോട് നിന്നായിരുന്നു ഞങ്ങൾ ഈ വണ്ടിയെടുത്തത്. അവിടെ നിന്ന് പത്തനാപുരം ബോർഡ് വെച്ചാണ് ഞങ്ങൾ വരുന്നത്. തമ്പാനൂർ എത്തി ബസ് സ്റ്റാൻഡിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ട്രാഫിക് പോലീസ് കൈകാട്ടി. അദ്ദേഹം ആദ്യം കരുതിയത് ഇത് സ്വകാര്യ ബസ്സാണെന്നാണ്. പിന്നീട് ഞങ്ങൾ ഇത് KSRTCയുടെ ബസ്സാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. വഴിയിൽ കാത്തുനിന്ന യാത്രക്കാരും ബസ്സിൽ കയറാൻ മടിച്ചു. പിന്നീട് KSRTCയുടെ ഓർഡിനറി ബസ്സാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് യാത്രക്കാർ കയറിയത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.